എല്ലാവർക്കും പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ടോർച്ചാണ്. ടോർച്ച് എന്തോ വർക്ക് ചെയ്യുന്നില്ല. ഇതാണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ്. ഇടയ്ക്കൊന്ന് കത്തും, അതങ്ങ് പോവും. കണ്ടോ, ഇടയ്ക്കിടയ്ക്ക് മിന്നി കത്തുക. ഇപ്പോൾ എന്താണ് ഇതിൻ്റെ കംപ്ലൈൻറ്റ് നമുക്കൊന്ന് അഴിച്ച് നോക്കാം. നമ്മുടെ സുഹൃത്തിൻ്റെയാണ്. ടാപ്പിങ്ങിനെ ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന ഒരു ഉപകരണമായത് അദ്ദേഹത്തിൻ്റെ. അതേപോലെ രാത്രി യാത്രകൾക്കും എല്ലാം നമുക്കെല്ലാവർക്കും ആവശ്യമുള്ള ഒരു സാധനമാണിത്. അത് കുറച്ച് നാളായിട്ട് വന്ന് നമ്മളോട് ശരിയാക്കി തരണേന്ന് പറഞ്ഞ് അങ്ങനെ നിരന്തരം നമ്മുടെ കൂട്ടത്തിൽ ഒന്നിനും ചോദിക്കാം. നമുക്ക് കുറേ അല്ലാതെ വർക്കുകളൊക്കെ ഉള്ളത് കൊണ്ട് ഇടയ്ക്കങ്ങനെ ചെയ്യാൻ പറ്റിയില്ല. ഞാൻ വിചാരിച്ചു എല്ലാവർക്കും ആവശ്യമുള്ളൊരു സാധനമില്ലേ ഇതൊരു വീഡിയോ ആക്കി കളയാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മൾ ഇതിലേക്ക് കടന്നു. ഇന്നും വന്ന് ചോദിച്ചു എന്തായെന്ന്. ഞാൻ പറയുന്നത് വൈകിട്ടത്തേക്ക് റെഡിയാക്കി കൊടുക്കാമെന്ന് പറഞ്ഞ് നമ്മൾ ഏറ്റിരിക്കുകയാണ്. ഇനി ഇതിനെ ഇളക്കിയിട്ട് ഒട്ടിച്ച് വെച്ചിരിക്കുകയാണ്. മൊത്തത്തിൽ ഫുള്ള് പശ അടിച്ചിരിക്കുക. ഇതുണ്ടോ, ഫുള്ള് പശ. നേരത്തെ ആരോ ചെയ്തൊരു വർക്കായത്. ഫുള്ള് പശ ഇട്ട് ഇവിടെ ഒരു സ്ക്രൂവും കൂടെ ഉണ്ട് കേട്ടോ. നമ്മൾ ആ സ്ക്രൂവും കൂടെ അഴിച്ചിട്ട് നോക്കട്ടെ. ഇതങ്ങോട്ട് അഴിച്ച് മാറ്റി നമുക്ക് സെറ്റാക്കാം. അതൊക്കെ ആയിട്ടുണ്ട്. നോക്കട്ടെ ഇത് എന്താണെന്ന് കംപ്ലൈൻറ്റ്. പേടിക്കണ്ട, ഇതിൻ്റെ സ്വിച്ചാണ് കംപ്ലൈൻ്റ് ആയിരിക്കുന്നത് കേട്ടോ. നമ്മൾ ഈ സ്വിച്ച് അങ്ങ് മാറുക. പുതിയൊരു സ്വിച്ച് നമ്മൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സ്വിച്ച് അങ്ങ് സെറ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, പുതിയൊരു സ്വിച്ചിലേക്ക് നമുക്കങ്ങ് സെറ്റ് ചെയ്ത് കൊടുക്കാം. രണ്ട് സൈഡിൽ 2 ക്ലിപ്പുണ്ട്. ഈ ക്ലിപ്പ് ഇങ്ങനെ പതുക്കെ അങ്ങോട്ട് ഊരി പ്രസ് ചെയ്തിട്ട് ഊരി എടുത്താൽ മതി. ഇതേപോലെ ഊരിയെടുക്കുക. സോൾഡറിങ് അയൺ എടുക്കുക. ഒരു സൈഡിൽ നിന്ന് അവനെ അഴിക്കുക. മറു സൈഡിൽ അതേപോലെ തന്നെ ഊരി അങ്ങ് മാറ്റുക. നേരെ നമ്മളടുത്ത് സ്വിച്ച് ഇതിലോട്ടങ്ങ് കണക്ട് ചെയ്യുക. സോൾഡറിങ്ങൊക്കെ നല്ല വൃത്തിയായിട്ട് സെറ്റായിട്ട് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. നല്ലൊരു പാവം പിടിച്ച ഒരു ടാപ്പിങ് കാരണം നിരന്തരം നമ്മളടുത്ത് വന്ന് കുറച്ച് ദിവസം കൊണ്ട് നമ്മളെ തന്നിരിക്കുകയായിരുന്നു. പിന്നെ വെച്ചെന്നാൽ ഇന്ന് സെറ്റാക്കി കൊടുക്കാം. അയാളുടെ ഉപജീവിത മാർഗ്ഗമല്ലേ ഇത്. അതുകൊണ്ട് നമ്മുടെ ലൈറ്റ് ഉണ്ടോ ഓണായിട്ടുണ്ട്. സ്വിച്ചിൻ്റെ മാത്രം കംപ്ലൈൻറ്റേ ഉള്ളായിരുന്നു. ഇനി ഇവനെ സെറ്റ് ചെയ്തങ്ങ് കൊടുക്കുക. ഇതേപോലെ അങ്ങോട്ട് വെച്ചാൽ ആ ക്ലിപ്പ് അങ്ങോട്ട് പ്രസ് ചെയ്തിടുക. കണ്ട് അതിൻ്റെ പരിപാടി കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. പിന്നെ സ്ക്രൂ കയറുന്ന ഭാഗമൊക്കെ ഒന്ന് ഒതുക്കി അവനെ പഴയതുപോലെ വെച്ച് അടച്ച് സ്ക്രൂ ഇടുക. അപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ദയവായി എല്ലാവരും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, അതേപോലെ നല്ല നല്ല വീഡിയോസ് ഇടാൻ ശ്രമിക്കാം. സമയം കിട്ടാത്തത് കൊണ്ടാണ് നല്ല വീഡിയോകൾ ഒന്നും ഇടാൻ പറ്റാതെ വരുന്നത്. അതിനെ ഒട്ടിച്ചങ്ങോട്ട് വിടുക എന്നുള്ളതാണ്. സ്ക്രൂ ഇട്ട് നല്ലോണം മുറുക്കി. ഇത് പക്ഷേ നല്ലൊരു ലൈറ്റ് കേട്ടോ, നല്ല പ്രകാശമുള്ള. പുള്ളി വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ലൈറ്റാണ്. പുള്ളി വർഷങ്ങളായിട്ട് ടാപ്പിങ് ചെയ്യാൻ രാത്രിയിൽ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 2:30-3 മണിയൊക്കെ ആകുമ്പോൾ ഇറങ്ങി ടാപ്പിങ് ചെയ്യുന്ന തൊഴിലാളികളാണ്.
അവർക്കൊക്കെ ഇത് ഉപകാരമാണ്. പിന്നെ അതേപോലെ നമ്മുടെ വീടുകളിൽ ഇതുണ്ടെങ്കിൽ നല്ലതാണ്. നമുക്ക് രാത്രിയിൽ അങ്ങോട്ട് മുറ്റത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങാനോ അത് അടുത്ത വീടുകളിലേക്കൊക്കെ ഒന്ന് പോകാനോ ഒക്കെ വേണ്ടി ഇതേപോലെ ലൈറ്റ് ഉണ്ടെങ്കിൽ നല്ലതാണത്. അപ്പം തലയിൽ തന്നെ സെറ്റ് ചെയ്ത് വെക്കാം, ചാർജ് ചെയ്ത് ഉപയോഗിക്കുകയും ചെയ്യും. നല്ല ലൈറ്റായത് ടാപ്പിംഗ് തൊഴിലാളികൾക്ക് പറ്റിയ ലൈറ്റ് തന്നെയാണ്. അപ്പോൾ ഓക്കെ, നമ്മളിനി ഒട്ടിച്ചത് കൊടുക്കുന്നതാണ്. ഉണ്ടോ, സാധനം ഓണായി, എല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നന്ദി, താങ്ക് യു.